പണ്ട് വിവേകിയായ ഒരു രാജാവുണ്ടായിരുന്നു. തന്റെ 3 മന്ത്രിമാരിൽ ഒരാൾക്ക് മടിയും അല്പം കള്ളത്തരവുമുണ്ടെന്ന് അദ്ദേഹം സംശയിച്ചു. എന്നാൽ അത് ആരാണെന്ന് കൃത്യമായി കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ സത്യം പുറത്തു കൊണ്ടുവരാൻ രാജാവ് ഒരു ഉപായം കണ്ടെത്തി. അദ്ദേഹം 3 മന്ത്രിമാരെയും വിളിച്ചു വരുത്തി. ഓരോരുത്തർക്കും ഓരോ ഒഴിഞ്ഞ സഞ്ചി കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരെയും ഓരോ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും നല്ല പഴങ്ങൾ കൊണ്ട് ഈ സഞ്ചികൾ നിറയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ജോലി. 1-ാമത്തെ മന്ത്രി ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് പഴുത്ത പഴങ്ങൾ മാത്രം പറിച്ചെടുത്തു. 2-ാമത്തെ മന്ത്രി ചിന്തിച്ചു, എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? രാജാവ് ഈ ചാക്ക് തുറന്നു നോക്കാനൊന്നും പോകുന്നില്ല. 3-ാമത്തെ മന്ത്രിയാകട്ടെ പഴങ്ങൾ അന്വേഷിച്ചു നടക്കാൻ പോലും മടിയനായിരുന്നു. അവൻ ചിന്തിച്ചു, ഈ സഞ്ചി നിറയെ ഇലകളും കല്ലുകളും നിറയ്ക്കാം. സന്ധ്യയോടെ മൂവരും തങ്ങളുടെ സഞ്ചികളുമായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. രാജാവ് ആരുടെയും സഞ്ചികൾ തുറന്നു നോക്കിയില്ല. പകരം അദ്ദേഹം തന്റെ ഭടന്മാരോട് കൽപ്പിച്ചു, ഇവരെ 3 പേരെയും 30 ദിവസത്തേക്ക് തടവറയിൽ അടയ്ക്കുക. നിങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നത് എന്താണോ അത് മാത്രമായിരിക്കും നിങ്ങളുടെ ആഹാരം. രാജാവ് കൽപ്പിച്ചു. 1-ാമത്തെ മന്ത്രി താൻ ശേഖരിച്ച നല്ല പഴങ്ങൾ കഴിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു. ചീഞ്ഞതും കേടായതുമായ പഴങ്ങൾ കഴിക്കേണ്ടി വന്ന 2-ാമത്തെ മന്ത്രിക്ക് അസുഖം പിടിപെട്ടു. 30 ദിവസം അതിജീവിക്കാൻ അവനായില്ല. ഇലകളും കല്ലുകളും മാത്രം കൈവശമുണ്ടായിരുന്ന 3-ാമത്തെ മന്ത്രി വിശന്നു തളർന്ന് തന്റെ മടിയെയും വഞ്ചനയെയും ശപിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങി. അധ്വാനത്തിന്റെ നേരായ പാത വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ്. എന്നാൽ മടിയുടെ കുറുക്കുവഴികൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് നാശത്തിന്റെ പടുകുഴിയിലേക്കാണ്.